പുള്ളി പറയുന്നത് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം, വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം, പുള്ളിക്ക് MP രാജേഷിന് വോട്ട് എന്നാണ്. ഈ ബലറാമിന് വോട്ട് ചെയ്ത് ഭയങ്കര തെറ്റായിപ്പോയി. അതുകൊണ്ടാണ് അയാൾ KCയുടെ പേരിന് നേരെ കൈപൊക്കിയത്. MP രാജേഷാണെങ്കിൽ ആ കുഴപ്പമില്ലായിരുന്നു. പിണറായി വിജയനല്ല, അബുജാഹിൽ മുഖ്യമന്ത്രി ആയാലും കുഴപ്പമില്ല, പക്ഷേ വേണു ആകാൻ പാടില്ല എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാനെന്ത് പറയുന്നത്? ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ രാഷ്ട്രീയമല്ലേ, ഇങ്ങനെ പലതും സംഭവിക്കും, വാപ്പയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞ് കോള് കട്ടാക്കി. ഞാൻ ആലോചിച്ചപ്പോൾ VT ബലറാം ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനൊക്കെ അതീതനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അന്തസ്സുള്ളവനാണ്, മാന്യനാണ്, യോഗ്യനാണ്, അധികം സമയം ഫേസ്ബുക്കിൽ ചിലവഴിക്കുന്ന ആളാണ്. പക്ഷേ പുള്ളി പോലും അവിടെ ചെന്നപ്പോൾ KCയുടെ പേരിന് നേരെയാണ് കൈമുക്കിയത്. അതിലെന്താ അത്ഭുതമുള്ളത്? ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നവരെ BJP-കാരനായിരുന്ന ആളാണ് സന്ദീപ് വാര്യർ. വാര്യരെ പാർട്ടിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, മാന്യമായ അക്കോമഡേഷൻ കൊടുത്തു, അവരുടെ ഒരു പോസ്റ്റർ ബോയ് ആയിട്ട് കൊണ്ടുവരുന്നവരാണ്. പ്രധാനമായിട്ടും VD സതീശനാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് മുസ്ലിം ലീഗുകാരാണ്. കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് വാര്യർ നേരെ പോയത് അവിടേക്കാണ്. വാര്യത്തേക്കാണോ, കോലോത്തേക്കാണോ, ഏതെങ്കിലും തമ്പൂരി ഇല്ലത്തേക്കാണോ? അല്ല, പോയത് പാണക്കാട്ടേക്കാണ്.